എന്തിന് കല്യാണവും കല്യാണം നടത്തിപ്പും പോലും മതത്തിനും ജാതി, ഇപ്പൊ മാട്രിമോണി ഉണ്ടെങ്കിലേ കല്യാണം നടക്കൂ എന്ന വിധത്തിലേക്ക് കാര്യമെത്തി. മാട്രിമോണി വരുമ്പോ ക്രിസ്ത്യൻ മാട്രിമോണി വരികയാണ്, മുസ്ലിം മാട്രിമോണി വരികയാണ്, ഈഴവ മാട്രിമോണി വരികയാണ്, നായർ മാട്രിമോണി വരികയാണ്. നമ്മൾ എത്ര പുരോഗതി പറയുമ്പോഴും നമ്മളിൽ ഇടുങ്ങിയ ചിന്താഗതികളുടെ വേലിക്കെട്ടുകളിലേക്ക് നമ്മൾ സ്വയം അഭയം തേടാനുള്ള പരിശ്രമം കേരളം നേടിയ പല നേട്ടങ്ങളെയും ഇല്ലാതാക്കുന്ന, നിഷ്പ്രഭമാക്കുന്ന വിധത്തിലേക്ക് കേരളം മാറുന്നു. ഇവിടെ ഈ കടവോത്സവത്തിന്റെ ഏറ്റവും ബഹുമാനിയായ ഈ സമാപന പരിപാടിയുടെ അധ്യക്ഷൻ ശ്രീ MP മുഹമ്മദ് റാഫി, ചെയർമാൻ, പരിപാടിയെ ഔപചാരികമായി സമാപന പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേരുന്ന ER സുനിൽകുമാർ അഡ്വക്കേറ്റ് MLA, വലിയ ബഹനാൻ, മറ്റ് നിരവധി സാംസ്കാരിക സാമൂഹ്യ രംഗത്തെ പ്രഗത്ഭരായ നമ്മുടെ സ്വന്തം താരങ്ങൾ ഇവിടെ വേദിയിൽ ആദരിക്കപ്പെടുന്നുണ്ട്. ഈ വേദി എത്ര സമ്പന്നമായാലും ഇതിനൊരർത്ഥമുണ്ടാവണമെങ്കിൽ ഇത് കാണുന്നതിന് അപ്പുറത്ത് നമ്മുടെ ഈ സദസ്സിലാണുണ്ടാവുന്നത്. വേദി എത്ര സമ്പന്നമായാലും അത് സമ്പന്നമായി മാറുന്നു എങ്കിൽ അതിന് കാണാൻ ആളുണ്ടാകും, അതിൻ്റെ കൂടെ കൂടാൻ ആളുണ്ടാകും. നാളെ സംബന്ധിച്ച് ഈ കടവോത്സവത്തിൻ്റെ ഇതാരംഭിച്ച് ദിവസങ്ങളെല്ലാം അതിൻ്റെ പരിപാടിയുടെ ഭാഗമായി മാളക്കാർ ധാരാളമായി ഇതിൻ്റെ ഭാഗമായി മാറുന്നു. സമാപന സംഗമത്തിലും അതുപോലെ നല്ല ജനക്കൂട്ടമുണ്ട്. ഈ സാന്നിധ്യമാണ് കടവോത്സവത്തിനുള്ള സമ്മാനം എന്ന് ഞാൻ കരുതുകയാണ്. ഈ സാന്നിധ്യം തന്നെയാണ് ഏറ്റവും വലിയ സമ്മാനം. ദീർഘമായ സംസാരത്തിൻ്റെ പ്രസക്തി ഇല്ല. ഇവിടെ 10 മണിക്ക് പരിപാടികളെല്ലാം നിർത്തണം എന്ന കർശനമായ നിയമവ്യവസ്ഥയ്ക്ക് വിധേയപ്പെടേണ്ടതുള്ളതുകൊണ്ട് ദീർഘമായ പ്രസംഗത്തിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും ഞാനും കടക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഒറ്റ കാര്യം പറയാം. നാട് 17-ാം നൂറ്റാണ്ട് കഴിഞ്ഞ് 18, 19, 20, 21 എത്തി. പക്ഷേ നമ്മുടെ സമൂഹം പിറകിലേക്ക് സഞ്ചരിക്കുന്നുണ്ടോ എന്ന് പലപ്പോഴും തോന്നുന്ന വിധത്തിലുള്ള സംഭവങ്ങളാണ് നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ രംഗങ്ങളിലും അത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇപ്പോ എല്ലാ മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും ജാതിയുടെയും ഉപജാതിയുടെയും ഉള്ളിൽ കെട്ടിയിടാനുള്ളൊരു പരിശ്രമം, എന്തിന് കല്യാണവും കല്യാണം നടത്തിപ്പും പോലും മതത്തിനും ജാതി, ഇപ്പൊ മാട്രിമോണി ഉണ്ടെങ്കിലേ കല്യാണം നടക്കൂ എന്ന വിധത്തിലേക്ക് കാര്യമെത്തി. മാട്രിമോണി വരുമ്പോ ക്രിസ്ത്യൻ മാട്രിമോണി വരികയാണ്, മുസ്ലിം മാട്രിമോണി വരികയാണ്, ഈഴവ മാട്രിമോണി വരികയാണ്, നായർ മാട്രിമോണി വരികയാണ്. നമ്മൾ എത്ര പുരോഗതി പറയുമ്പോഴും നമ്മളിൽ ഇടുങ്ങിയ ചിന്താഗതികളുടെ വേലിക്കെട്ടുകളിലേക്ക് നമ്മൾ സ്വയം അഭയം തേടാനുള്ള പരിശ്രമം കേരളം നേടിയ പല നേട്ടങ്ങളെയും ഇല്ലാതാക്കുന്ന, നിഷ്പ്രഭമാക്കുന്ന വിധത്തിലേക്ക് കേരളം മാറുന്നു. ഇവിടെ ഈ കടവോത്സവത്തിന്റെ പ്രത്യേകത എന്താണ്? മതമില്ല. എല്ലാ മതവിശ്വാസികൾക്കും ഇനി മതവിശ്വാസമില്ലാത്തവർക്കും ഒരുപോലെ പരിഗണന നൽകുന്ന ഒരു കടവോത്സവം. രാഷ്ട്രീയം, ഞങ്ങൾ വ്യത്യസ്ത രാഷ്ട്രീയത്തിൽപ്പെട്ട ആളുകളെല്ലാം ഉണ്ട്. പക്ഷേ ആ രാഷ്ട്രീയ വിമർശനങ്ങൾ അതിൻ്റെ ഉന്നത നിലവാരത്തിൽ നടത്തുമ്പോഴും
അതിനതീതമായി നമുക്ക് ഒരുമിച്ചിരിക്കണം എന്നൊരു ചിന്ത, ഒരു പൊതുബോധം സൃഷ്ടിക്കാൻ മതവും ജാതിയും ഒക്കെ മാറ്റിവെച്ച് നമുക്ക് ഒരുമിച്ചിരിക്കാൻ പൊതു ഇടങ്ങൾ കുറയുന്നു കേരളത്തിൽ എന്നത് കേരളം നേടിയ എല്ലാ നേട്ടങ്ങളും എല്ലാവരും ഒരുമിച്ചു നിന്ന് നേടിയെടുത്ത നേട്ടങ്ങളാണ്. ഒരു മതമോ ഒരു ജാതിയോ ഒരു ഉപജാതിയോ സംഘടിച്ച് നേടിയ നേട്ടങ്ങളെക്കാൾ പൊതുവായി എല്ലാവരും നേടിയ നേട്ടങ്ങൾ, പൊതു ഇടങ്ങൾ സംരക്ഷിക്കുക എന്നത് ഈ കടവോത്സവം നമ്മളിൽ ഏൽപ്പിച്ച ഒരു പ്രധാനപ്പെട്ട ചുമതലയാണ്. നാളെയിലെ വികസനത്തെ സംബന്ധിച്ചും അതിനെ സംബന്ധിച്ചൊക്കെ ധാരാളം ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഈ കടവോത്സവവും നടക്കുന്ന വേദിയും പരിസരവും നാളെ വികസനത്തിന്റെ പുതിയ സാധ്യതകൾ തേടാൻ ഇടവരുന്ന വിധത്തിൽ വക്കോളം എത്തി നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് കടവോത്സവം നടക്കുന്നത്. എല്ലാവർക്കും ഒരുമിച്ചിരിക്കാൻ, സൗഹൃദം പങ്കുവയ്ക്കാൻ, ഒന്നാണെന്നുള്ള പൊതുബോധം സൃഷ്ടിക്കാൻ, ആ പൊതുബോധത്തിന്റെ പിൻബലത്തിൽ നിന്നും നാളത്തെ നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ നമുക്ക് കഴിയണം. ഈ കടവോത്സവം അതിനെല്ലാ സംഭാവനകളും നൽകുന്ന ഒന്നായി മാറട്ടെ. അതാണ് കടവോത്സവത്തിന്റെ ഈ വേദിയിലേക്ക് എത്താൻ എന്നെ പ്രേരിപ്പിച്ച ചേതോവികാരം. അതാണ് എല്ലാ നല്ലവരായ ആളുകളെയും, ആദരിക്കപ്പെടേണ്ട ആളുകളെ എല്ലാവരെയും ഒരുമിച്ച് വിളിച്ച് ഈ വേദിയിൽ ആദരിക്കാൻ എടുത്ത തീരുമാനം. അതിനെ ഈ നാട് ഇരു കൈകളും നീട്ടി സ്വീകരിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഈ സമാപനത്തിൽ ഈ പരിപാടിയിൽ പങ്കെടുത്ത സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ മുഴുവൻ മനുഷ്യനും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. ഒരു വർഷം അവസാനിക്കുകയാണ്, പുതിയ വർഷം നാളെ ആരംഭിക്കുകയാണ്. ഇന്നത്തേക്കാൾ നല്ല നേട്ടങ്ങളോടെ അടുത്ത പുതുവർഷം, പുതുവത്സരങ്ങൾ നമുക്കുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളിൽ ഒരുവനായി എന്നെയും ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചതിന് ഞാൻ ആദ്യം കയ്യടി നൽകുന്നതും നൽകേണ്ടതും ഇതിന്റെ സംഘാടന മികവിനാണ്. ഒരു ടീം സ്പിരിറ്റായി നിന്നുകൊണ്ട്, ടീം സ്പിരിറ്റിന്റെ ഭാഗമായി നിന്നുകൊണ്ട് എല്ലാം മാറ്റിവെച്ച് ഒരു സംഘാടന മികവ് കാണിച്ച സംഘാടക സമിതിയെ, പ്രത്യേകമായി റാഫിയുടെ നേതൃത്വത്തിൽ ആ സംഘാടക സമിതി കാണിച്ച മിടുക്കിനെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. അതിനനുസരിച്ച് പ്രതികരണവുമായി നാളെയിലെ നാട്ടുകാർ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ എല്ലാവരും വന്ന് ഈ പരിപാടിയോട് സഹകരിക്കുന്നത് അതിനേക്കാൾ മികച്ച ഭാവിയിലേക്കുള്ള ശുഭസൂചനയായി കണ്ടുകൊണ്ട് നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് ഒരുമിച്ച് നിൽക്കാം എന്ന് ആശംസിച്ചുകൊണ്ട് ഈ നന്മ നിറഞ്ഞ കടവോത്സവത്തിന് എല്ലാ ആശംസകളും, ഹൃദയത്തിൽ തൊടുന്ന എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ എല്ലാവർക്കും നല്ലൊരു പുതുവത്സരം കൂടി ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. നന്ദി, നമസ്കാരം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ